വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സത്യൻ മുളയമുടത്ത്. ഞാൻ പൂജയ്ക്ക് പോയിരുന്ന ഒരു സ്ഥലത്ത് ആ വീട്ടുകാരുടെ ഒരു ആവശ്യം പറഞ്ഞിട്ട് ഒരു വരിയുണ്ടായി. അപ്പോൾ സാധാരണ നമ്മൾ നോക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ വന്നിട്ടുള്ള വ്യക്തികൾ നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂജ ചെയ്യും, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, ആ കാര്യങ്ങൾക്ക് പൂജ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന് സമാധാനം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വിട്ടുമാറും എന്നുള്ളൊരു വിശ്വാസം തോന്നുമ്പോഴാണ് ആ വ്യക്തികൾ പൂജ ചെയ്യുക. അങ്ങനെ പൂജ ചെയ്തിട്ട് അവർക്ക് ശരിയായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടവരോട് പറയും, അല്ലെങ്കിൽ ആരോടും പറയില്ല. മോശമായി കഴിഞ്ഞാൽ നാട് മുഴുവൻ പറയും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ടുള്ളത് ഇവിടെ അല്ല, പുറത്താണ്. അങ്ങനെ അവിടെ കർമ്മത്തിന് പോയിട്ട് നോക്കുമ്പോൾ കുറേ പേര് നോക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നോക്കി അവർക്ക് പലർക്കും പൂജകൾ ചെയ്തു. അപ്പോൾ അങ്ങനെ പ്രേതദോഷങ്ങളുടെ ദുരിതങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന കുറച്ചാളുകളുടെ കാര്യങ്ങൾ വരികയുണ്ടായി. അപ്പം അതിൽ ഈ പ്രേതദോഷങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ, ശക്തമായിരിക്കുന്ന യക്ഷി അല്ലെങ്കിൽ രക്ഷസ് ഇവരോടൊക്കെ ബന്ധങ്ങളുണ്ടെങ്കിൽ അത് ദൃഷ്ടിയിൽ പെട്ടെന്ന് അവർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ദേഹത്തിൻ്റെ കഷ്ടകാലത്തിന് അത്തരം മൂർത്തികളൊക്കെ ആയിട്ട്, മൂർത്തികളല്ല, അത്തരം ഈ പ്രേതാത്മാക്കളൊക്കെ ആയിട്ട് കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ആരൊറ്റ ഇതിൽ തന്നെ ഭയപ്പെട്ടു എങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ ആത്മാവ് നമ്മളെ വിട്ടുപോകില്ല. അത് ചിലപ്പോൾ നായായിട്ടാവും, പിന്നെ പെട്ടെന്ന് കുരച്ച് ചാടുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് പൂച്ച കരയുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതികളാവും. അപ്പോൾ ആ പരിസരത്ത് ഒന്നുകിൽ മരണപ്പെട്ടു പോയിട്ട്, അല്ലെങ്കിൽ ദുരിത മരണമോ, അത് തൂങ്ങി മരണമാവാം, മറ്റെന്ത് മരണമാവാം, അങ്ങനെയുള്ള ഒരു പ്രദേശങ്ങളായിരിക്കാം. അപ്പം അതിലെ വരുന്നവർ ഇതൊന്നും അറിഞ്ഞിട്ടാകില്ല വരുന്നുണ്ടാകുക. സ്വതവേ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടിത്തിരിക്കുന്നവരുണ്ട്, പെട്ടെന്ന് എന്നിട്ട്. അപ്പം അത് എത്ര ശക്തനായാലും ശരി, ഇനിയിപ്പോൾ ഒരു 18 കളരിക്ക് ആശാനായാലും ശരി, പെട്ടെന്നുള്ള ഒരു അറ്റാക്കിൽ എന്ന് പറഞ്ഞാൽ ആരും പേടിക്കാണ്ടിരിക്കില്ല, അതൊന്ന് ഞെട്ടും. അതിന് ശേഷമാണ് അവർ ധൈര്യമൊക്കെ എടുത്തിട്ട് എന്താണ് ഏതാണെന്നൊക്കെ നോക്കാനായിട്ട് ശ്രമിക്കുള്ളൂ. അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ പേടിച്ചു എന്നിരിക്കട്ടെ, ആ സംഗതി ഇദ്ദേഹത്തിന് വിട്ടുപോകില്ല. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അത് വരുന്നതും അതേപോലെ തന്നെ ആയിക്കോട്ടെ. എന്നാലും ആ സംഗതികൾ, കാരണം അവർക്ക് ആരുടെങ്കിലും ശരീരത്തിലൊന്ന് കയറണം, അല്ലെങ്കിൽ അവർക്ക് ഒന്ന് പുറത്തേക്ക് പോകേണ്ട സമയങ്ങൾ, അല്ലെങ്കിൽ അതുവരെ ഇങ്ങനെ ഉള്ളിൽ അടഞ്ഞിരുന്നിട്ട് അങ്ങനെ പുറത്ത് ചാടുന്ന സന്ദർഭത്തിലാവും ആരെങ്കിലും കൂട്ടിമുട്ടുക. അപ്പം ഇങ്ങനെ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ശക്തികൾ, നെഗറ്റീവ് ആത്മാക്കൾ, അത് ആ വ്യക്തികൾ കൂടി ഒരുപക്ഷെ ജീവിച്ചുകൊണ്ടിരിക്കും, അതറിയില്ല. പക്ഷെ ആ വ്യക്തിയുടെ ഇതനുഭവിക്കുന്ന ആ വ്യക്തിയുടെ പെരുമാറ്റങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വ്യത്യസ്തത ആ വീട്ടുകാർക്ക് മനസ്സിലായാൽ അവരതിന്മേൽ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനൊരു സംഭവം ഏറ്റിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ കുറേശ്ശെയായിട്ട് മറ്റുള്ളവരിൽ നിന്നെല്ലാം ഒറ്റപ്പെടുന്ന തരത്തിലായിരിക്കും. അല്ലെങ്കിൽ റൂമിൽ അടച്ചു പൂട്ടിയിരിക്കുക, ജോലി ഉണ്ടെങ്കിലും അതിന് പോവാതിരിക്കുക, ചില സമയങ്ങളിൽ തീരെ ഉറക്കമുണ്ടാവില്ല, അല്ലെങ്കിൽ ഗംഭീര ഉറക്കങ്ങൾ, എപ്പോഴും ഉറക്കം, വീട്ടിൽ നിന്ന് പുറത്തു പോവില്ല. വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആൾക്ക് എന്തെങ്കിലും എത്തണം, പെട്ടെന്ന് എത്തണം. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകാൻ തോന്നില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലും മുടക്കെടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് ഇരിക്കാനായിട്ട് തോന്നും. അത് അവരിയ്ക്കുന്ന റൂമിൽ എന്നെ അവിടെ ഇരിക്കും, ഒന്നാലെ കളിക്കും, അല്ലെങ്കിൽ അവിടെ കിടന്നുറങ്ങും. അപ്പോൾ അദ്ദേഹത്തിനെ എപ്പോഴും ഇരുന്ന് നമുക്ക് കാണണം എന്നുള്ളൊരു സംഭവമാണത്. അപ്പോൾ അങ്ങനെ പലർക്കുണ്ട്. ഇല്ലാത്തവർ അതിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഉള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് അത് വ്യക്തമാകുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ ഇതേപോലെ പണിക്ക് പോകുന്നവരാശി പണിക്ക് പോകാൻ പറ്റില്ല, വിടില്ല. അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളാണെന്ന് വെച്ചെങ്കിൽ അതെ, അവർ ക്ലാസ് മുടക്കിയിട്ട് ഇവിടെ വന്നിട്ടിരിക്കും. അപ്പോൾ ആ ശക്തികൾ ഇവർക്ക് വേണ്ടപ്പെട്ടതാണെങ്കിൽ ഇവരോടുകൂടി രമിച്ച് അല്ലെങ്കിൽ കളിച്ച് അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടാകുക. അപ്പം ചില കുട്ടികളൊക്കെ ഇങ്ങനെ ഇതേപോലെ ഉറക്കില്ല, അല്ലെങ്കിൽ ആലോചനകൾ, അല്ലെങ്കിൽ ദേഷ്യം വരിക, കാരണമായിട്ട് ദേഷ്യം, ഇതൊക്കെ വരുമ്പോൾ വീട്ടുകാർ തന്നെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. എന്താ ഇയാൾക്ക് ഇത്ര ഇങ്ങനെ ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ആരോടും മിണ്ടുന്നില്ല, ഒറ്റയ്ക്കിരിക്കുക, അല്ലെങ്കിൽ ചില സമയത്ത് ചിരിക്കുക, അല്ലെങ്കിൽ കരയുക. എന്നാൽ മാനസികമായിട്ടുള്ള തകരാറൊന്നും അദ്ദേഹത്തിന് ഇല്ല. പിന്നെ എങ്ങനെ വന്നു ഇങ്ങനെ?
അതുപോലെ ഉറക്കമില്ലാണ്ട് പിറ്റേ ദിവസം കിടന്നുറങ്ങുക, പണിക്ക് പോകില്ല, ശരിക്കും ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ എത്ര ഭക്ഷണം കഴിച്ചാലും അവൾക്ക് മതിയാവില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അവർ നിരീക്ഷിക്കാൻ തുടങ്ങും. അപ്പോൾ അതിൽ നിന്നാവും ചിലപ്പോൾ മനസ്സിലാവുക ഇതെന്താണ് ഉണ്ടായിട്ടുണ്ടെന്ന്. ചിലവർക്ക് അതേപോലെ തന്നെ പെട്ടെന്ന് തല ചുറ്റി വീഴും, അപസ്മാരം പോലുള്ളതായ എണീറ്റ് പെട്ടെന്ന് അവർക്ക് അങ്ങനെയാ. അതേപോലെ തന്നെ ചില സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ രക്തം പോക്ക ഉണ്ടാക്കുക, ഗംഭീര രക്തം പോക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനും ചില കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പം ഇവിടെ ഇങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ രക്തങ്ങൾ അവർക്ക് ചിലർക്ക് തടിപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും വരിക. അപ്പം ഇതുകൊണ്ടാണ് അത് എന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഈ പ്രേതദോഷങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക്, പ്രേതബാധകൾ പേടിച്ചിട്ടുള്ളവർക്കൊക്കെ, അല്ലെങ്കിൽ അവരുടെ ഒപ്പം വാങ്ങാനുള്ള സംഗതി ഉണ്ട് വെച്ചെങ്കിൽ ഇതേപോലെ രക്തം പോക്കൊക്കെ സാധാരണ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ പ്രാർത്ഥനയോ ആ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനങ്ങളോ ഒന്നും ഉണ്ടാകില്ല. അതേപോലെ തന്നെ അവർക്ക് ചില ബന്ധുക്കളിൽ നിന്ന് അവർ മാറി നിൽക്കുക, ഒറ്റപ്പെട്ട് നിൽക്കാൻ അവർക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ. അതേപോലെ ഉറക്കമുണ്ടാകില്ല. അപ്പം ഇതൊക്കെ കാണിച്ചെടുക്കാൻ ഇതിനെ മനസ്സിലാക്കി വീട്ടുകാരെ ഇവരെന്നെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടർ അവർക്ക് ആദ്യത്തെ മരുന്നുകൾ കൊടുക്കും, പിന്നെ ശരിയായില്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ടാണ് പിന്നെ ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലീഡിങ്ങിലുള്ളതായ ചികിത്സാ സമ്പ്രദായവും പിന്നെ തുടർന്ന് പോകാം. അപ്പോഴും ചിലപ്പോൾ ഭേദം ഉണ്ടാകില്ല. അപ്പം അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇതേപോലെ തന്നെ ഇതിനെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാൻ പോയിരുന്ന സ്ഥലത്ത് അപ്പോൾ അവിടെ ഒരു 15 വയസ്സായിട്ടുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഇതേപോലെ തന്നെ എപ്പോഴും അത് വീണുകൊണ്ടിരിക്കുക. വീണ് കഴിഞ്ഞ് അപസ്മാരത്തോട് കൂടിയിട്ടുണ്ട്, കൈയും കാലിട്ടൊക്കെ വിറപ്പിച്ച് വായെന്ന് പറയുമ്പോൾ അതൊക്കെ വന്നിട്ട് അങ്ങനെ കുറേ കഴിഞ്ഞാലാണ് അദ്ദേഹത്തിന് ഓർമ്മ വരിക. അപ്പോൾ ഈ കുട്ടിക്ക് ആണെങ്കിലോ വർഷങ്ങളായിട്ട് ഗുളികകൾ കഴിക്കുന്നുണ്ട്. ഒറ്റ ദിവസം പോലും മുടക്കാൻ പാടില്ല, മുടങ്ങിക്കഴിഞ്ഞാൽ ഇതുണ്ടാകും. അപ്പം അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഇതെന്താണ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചികിത്സകൾ നടക്കുന്നുണ്ട്. അത് പ്രകാരം തന്നെ ഇതേപോലെ സ്വാമിമാരനോ മേലേക്കന്മാരനെ അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ടുള്ളൊരു വ്യത്യാസം ഇദ്ദേഹത്തിന് ഉണ്ടാകണില്ല. അങ്ങനെയാണ് പൂജ ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് അവർ പറയണത്, എനിക്ക് ഇങ്ങനെ കുട്ടിക്കൊരു പ്രശ്നമുണ്ട്, അത് നോക്കണം, അല്ലെങ്കിൽ എന്താ ശരിയാക്കി തരണം, നിങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യും എന്നുള്ളത്, അതുകൊണ്ട് ഒരു അപേക്ഷയാണ് ഇത് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വീട്ടിലത്തെ പൂജ കഴിഞ്ഞിട്ട് രാത്രി 9 മണി കഴിഞ്ഞു. നേരത്തെ കഴിയുകയാണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 9 മണി കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ മറ്റൊന്നും നോക്കാൻ പറ്റില്ല, നിൽക്കും, നമുക്ക് തിരിച്ചു പോരണ്ട, അല്ലെങ്കിൽ റൂമിലേക്ക് പോകേണ്ട അവസ്ഥ സമയമായി. അങ്ങനെ ഈ കുട്ടിയാണെങ്കിൽ നന്നായി പഠിക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് ഗുളിക തെറ്റിച്ച് അപ്പോൾ ഇയാൾക്ക് ഫിക്സ് വരും, ആകെ പ്രശ്നങ്ങളാകും. അങ്ങനെ ഇദ്ദേഹത്തിനെ പറ്റി നോക്കണം എന്ന് പറഞ്ഞു. അപ്പം നോക്കാൻ പറ്റിയൊരു സമയമല്ല, കാരണം ഞങ്ങൾ പൂജകൾ കഴിഞ്ഞിട്ട് പോവുക, ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്, റൂം കുറച്ചടുത്ത നീങ്ങി പോകണം. അപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ആളോട് പറഞ്ഞു, അയാൾക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അരിനെല്ലൊക്കെ കയ്യിൽ കൊടുത്തിട്ട് എൻ്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാണാം. ചിലപ്പോൾ വിഷ്ണുവായനെ കാണട്ടെ എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് കാണാം. അപ്പോൾ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇദ്ദേഹത്തിൽ കൂടി അച്ഛനായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ അറിയാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശങ്ങളൊക്കെ തരും. നിങ്ങൾ കേൾക്കുമ്പോൾ വിശ്വസിച്ചില്ലോ, വേണമെന്നില്ല, എൻ്റെ അറിവിനാ. കാരണം എൻ്റെ അച്ഛൻ എൻ്റെ ദൈവം, എൻ്റെ ഗുരു. അപ്പോൾ ഈ കർമ്മമേഖലയിൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അതിനെ വിജയിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം അത് ദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പലതരത്തിലും പല ഭാവങ്ങളിലും പല സാഹചര്യങ്ങളിലും അവരുടെ ദോഷങ്ങൾ വരുമ്പോൾ ആ ദോഷങ്ങൾ മാത്രമാവില്ല. ഇപ്പം പൈശാചിക ശക്തികളോ മറ്റു ബാധാമൂർത്തികളുടെ ദോഷങ്ങൾ മാത്രമാകില്ല, അതിലറിയാത്തത് ഉൾപ്പെടുത്താത്തതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടാകും. അതിന് അനന്തരഫലമാണ് ഓരോ രോഗികളോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഇവരെ ഇത് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളാണ് ഈ പൂജ കഴിഞ്ഞ് പോകാൻ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞത് ആ വ്യക്തിക്ക് അച്ഛനെ വിചാരിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് നോക്കുക, ഇവരുടെ ഇങ്ങനെ പറയേണ്ട കുട്ടിക്ക് ഒരു
15 വയസ്സായിട്ടുണ്ട്. ആ കുട്ടിക്ക് ഇന്ന മാതിരിയാണ്. അപ്പോൾ അതെന്താണ്? അപ്പം ഞാനും സത്യത്തിൽ വിശ്വസിച്ചിട്ടില്ല. കാരണം ഒരു ഫിക്സിൻ്റെ അല്ലെങ്കിൽ അപസ്മാരത്തിന് അവർ പറയുന്ന കോഴ്സ് ഇത്ര കാലം വരെ മരുന്ന് കൊടുക്കണം എന്ന് ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യൽ ആണ് പതിവ്. അതാണ് ചെയ്യണ്ടോ. പക്ഷെ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തില്ല. അങ്ങനെ ഉണ്ടാവുമോ, അതാവുമോ എന്നുള്ളതിൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വ്യക്തിയോട് പറഞ്ഞു, ഏതൊരു കാര്യം ചെയ്യും, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് അച്ഛനെ കാണട്ടെ എന്ന് പറഞ്ഞാൽ അച്ഛനോട് ചോദിക്കുക, ഈ കുട്ടിക്ക് കാണുന്നത് എന്താണ്, രോഗത്തിൻ്റെയാണോ? അപ്പോൾ രോഗത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വിവിധ ആശുപത്രികളിൽ ഇവർ പോയിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്കാനിങ് ഒക്കെ കഴിഞ്ഞാലും ഇവർ പറയണം ഒന്നുമില്ല, വേറെ ഒന്നുമില്ല, നിങ്ങൾ നിങ്ങളുടേതായ എന്തെങ്കിലും ഇതിനൊന്നും വഴിക്ക് നോക്കിക്കോളൂ, നിങ്ങൾക്ക് ശരിയാവും, അപ്പോഴേ ശരിയാവുള്ളൂ എന്നുള്ള ഡോക്ടർമാരും പറയണം. അങ്ങനെ ഈ വ്യക്തിയോട് ചോദിച്ചപ്പോൾ അച്ഛനെ കാണട്ടെ എന്നിട്ട് നോക്കുന്നു പറഞ്ഞു അച്ഛനെ കണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്താണ് ഈ സംഭവം, ഈ കുട്ടിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു 20-22 വയസ്സായിട്ടുള്ളൊരു സ്ത്രീയുടെ പ്രേതമാണ് അത് ഈ കുട്ടിയുടെ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു. അതോടുകൂടി അദ്ദേഹം കണ്ണു തുറന്നു. വേറെ ഒന്നും ചോദിക്കാനും പറ്റിയില്ല. അങ്ങനെ പിന്നെ കണ്ണു തുറന്ന് പിന്നെ ആ പഴയ പൊസിഷനിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആളോട് ചോദിച്ചു എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആൾ കണ്ടു വ്യക്തമായിട്ട് ഒരു പെണ്ണ് അതിങ്ങനെ തട്ടൊക്കെ ഇട്ടിട്ട് പൈജാമ അങ്ങനെയുള്ള ഒരു ഇതിലിട്ട് മൂക്കുത്തി ഉണ്ട്, ഇതിലുണ്ട് ഇങ്ങനെ റൗണ്ട് പോലെ. അപ്പോൾ ആൾ പറഞ്ഞിങ്ങനെ ഞാൻ ആ വ്യക്തിനെ കണ്ടു, അച്ഛൻ കാണിച്ചു തന്നു, ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ജുബ്ബയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടീമാണ് എന്ന് പറഞ്ഞു. 22 വയസ്സായിട്ട് പെണ്ണാണ് കാണിച്ചു തരുന്നത്, അത് ഇതിൻ്റെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെ പിറ്റേ ദിവസം രാശി നോക്കാനായിട്ട് വന്ന് നോക്കുമ്പോൾ ഈ പ്രേതദോഷങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. രക്ഷസിൻ്റെ ഒരു ശാഖയായിട്ട് നിൽക്കണം. അങ്ങനെ അത് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രേതദോഷങ്ങളുണ്ട്, അല്ലാതെ വേറെ അനർത്ഥങ്ങളുണ്ട്, ബാധാദുരിതങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ കുട്ടിക്കുള്ളതല്ല, വീട്ടുകാർക്കുള്ളതാണ്. ഇതെല്ലാം ചേർന്നിട്ടപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ടായി. കുട്ടിക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതേപോലൊരു ആളുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ തൊട്ട വീട്ടിലായിരുന്നു ഒരു മറാഠിക്കാരാന്ന് പറഞ്ഞു, ജുബ്ബയും എന്നൊക്കെ ഇട്ടിട്ട് ഒരു മറ്റെന്തിട്ടാ തട്ട പോലൊരു സാധനമൊക്കെ മറച്ചിട്ടിട്ട് മൂക്കുത്തിയൊക്കെ ഇട്ടിട്ട് കയ്യിലൊക്കെ നിറയെ വെള്ളം ഇട്ടിട്ട് അങ്ങനത്തെ ഒരു പെണ്ണിനെ ഇനിയാണ് കാണിച്ചു കൊടുത്തത്. അച്ഛനും കാണിച്ചു കൊടുത്തത്. അച്ഛൻ കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ അച്ഛൻ മരിത്തൊന്നുമില്ല കേട്ടോ. അച്ഛൻ മരിച്ചിട്ട് 27-28 വർഷമായി. അതായത് ഫോട്ടോയിൽ കാണാതാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ ഇതേപോലെ തന്നെ നോക്കാൻ വരുന്ന ആളുകളുണ്ട് വെച്ചെങ്കിൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് വെച്ചെങ്കിൽ ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ബൈ ചാൻസിനെ ചിലപ്പോൾ അച്ഛനെ അവർ കണ്ണിൽ കാണാം, അച്ഛനായിട്ട് സംസാരിക്കും, ഇന്നമാണ് വിഷയം, അത് നിങ്ങളുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും തൊട്ട് സെഡ് വരെയുള്ളത് അവരിൽ കൂടി പറഞ്ഞ് മനസ്സിലാക്കും അവർ. അച്ഛൻ അതിന് ഇന്നമാര് ചെയ്താൽ മതി, മോൻ്റെ അടുത്തിരുന്നുള്ള ശരിയാക്കി തരൂട്ടാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പിന്നെ കാണില്ല, കണ്ണ് തുറന്ന് പിന്നെ കാണില്ല അച്ഛനെ. അങ്ങനെയാണ്. അപ്പോൾ ഈ അച്ഛനാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇന്നമാര് സംഭവം ഉണ്ട്. അത് പിറ്റേ ദിവസം രാശി നോക്കുന്ന സമയത്ത് ഈ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ, ഈ കുട്ടിയുടെ ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ മുന്നേ താമസിച്ചിരുന്ന സ്ഥലത്ത് തൊട്ടടുത്താണ് ഈ പെണ്ണുങ്ങൾ താമസിച്ചിരുന്നത്. 21 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും പറഞ്ഞു 20-21 വയസ്സിൻ്റെ ഉള്ളിൽ, 22ൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു, 20-22 അത്രയും പ്രായമായിട്ടുള്ളൊരു സ്ത്രീ തലേദിവസം വളരെ സ്നേഹത്തോടു കൂടി വർത്താനം പറഞ്ഞു പോയതാ. പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ജഡാണ് കണ്ടിട്ടുള്ളത്. അത് ഏത് തരത്തിലും മരിച്ചു, അത് കൊന്നതാണോ ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ സന്ദർഭത്തിൽ അപ്പോൾ ആ സ്ത്രീ മരിക്കുന്ന സമയത്ത് 2-3 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ ഉമ്മയും അതേപോലെ തന്നെ ഗർഭിണിയായിരുന്നു. ഈ കുട്ടീനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ വയ്യാത്തെന്ന് പറഞ്ഞ കുട്ടിക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇവർ പെട്ടെന്ന് പേടിച്ചു, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന സാധനം. ഇവർ വളരെ അടുത്ത ആളുകളാണ്. ആ സംഭവമാണ്, ആ കുട്ടിയാണ്, അല്ലെങ്കിൽ ആ പ്രേത സാന്നിധ്യമാണ് ഈ കുട്ടീനെ. കാരണം അവളുടെ കുട്ടി മരിച്ചു. അത് ആ പെണ്ണ് മരിച്ചോട് കൂട്ടി ആ കുട്ടി മരിച്ചു. ഇപ്പോൾ തൊട്ടപ്പുറത്ത് വീട്ടിൽ അതേ പ്രായമുള്ള കുട്ടിയാണ്, ആ പെണ്ണാണ്, അവൾ ഗർഭിണിയായിട്ടിരിക്കുന്നത്. അതിനെങ്ങനെയോ അവളുടെ ആകർഷണം വന്നു, അവൾക്ക് ഇഷ്ടമായി, അവൾ തൊട്ടു. അതിനുശേഷം ഈ കുട്ടിക്ക് അതിങ്ങനെ അതിന് ശേഷമാണ് രോഗങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളത്. അതുവരെ രോഗമില്ല എന്ന് പറഞ്ഞു.
അപ്പം ഇത് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൾക്കറിയാം, പെട്ടെന്ന് അവൾ തലചുറ്റി വീണു, വായനെന്ന് പറയുമ്പോൾ 13 കയ്യും കാലിട്ടടിക്കുന്നു. കുറേ കഴിഞ്ഞാൽ കണ്ണ് തുറക്കും. അങ്ങനെ അപ്പം ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടെന്ന് പറയാം. അപ്പം അത് അച്ഛൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെയാണ് പിറ്റേ ദിവസം നോക്കുമ്പോൾ അവർ പറയണത് ഇന്നമാതിരി പൈജാമയും ജുബ്ബ ഇട്ടിട്ടുള്ളതായ ടീമുകൾ. അപ്പോൾ അവർ തൊട്ടടുത്ത് താമസിക്കുന്നത്, വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. അവൾ ഗർഭം ഉണ്ടായിരുന്നു, അതെങ്ങനെയെന്ന് അറിയില്ല. പിറ്റേ ദിവസം രാവിലെ മരിച്ചു കിടക്കുന്ന കണ്ടത്. അപ്പോൾ ആ സാന്നിധ്യമാണ് അവളുടെ ശരീരത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറും എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ടായി. പക്ഷേ നിൽക്കാനായിട്ട് നേരം ഉണ്ടായിരുന്നില്ല, നോക്കി പോകുന്നു. ഇനിയൊരു അവസരം ചെല്ലുമ്പോൾ നമ്മൾ പൂജ ചെയ്യാമെന്നും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതേപോലെയുള്ളതായ പ്രേതാത്മാക്കളുടെ ദുരിതങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ അവരുടേതായ ബാധസ്ഥാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ളതായ പിരിമുറുക്കങ്ങൾ, അതേപോലെ തന്നെ ഭ്രാന്ത്, ഇങ്ങനെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന്, ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുക, അല്ലെങ്കിൽ കരയുക, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുക, കയ്യും കാലൊക്കെ അടിച്ചു മുറിക്കുകയോ കൈ വെട്ടിമുറിക്കുകയോ ചെയ്യുക, ചോര കാണാൻ ഭയങ്കര ഇഷ്ടം, അതുപോലെ തലവേദന, ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വേള ആലോചിക്കുക. ആദ്യം എന്തായാലും ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ടിട്ട് രോഗമാണെങ്കിൽ കൃത്യമായിട്ട് ചികിത്സിക്കുക. രോഗമില്ലാത്ത അവസ്ഥയിലാണ് ഇങ്ങനെയൊക്കെ കാണണമെന്ന് വെച്ചെങ്കിൽ അതവിടെ നിർത്തുക. നല്ലൊരു ജോലിസിനെ പോയി കണ്ടിട്ട് പ്രശ്നം ഏൽപ്പിക്കുക. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ കാണുന്നത് എന്നുള്ളത് അറിഞ്ഞിട്ട് അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക. ആ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. അപ്പം ഇതുപോലെ പല ആളുകളുണ്ടാവും. പല ആളുകളും ചികിത്സ കിട്ടാത്തവരുണ്ടാവും, ചികിത്സ കിട്ടിയിട്ട് സമാധാനം ഇല്ലാത്തവരുണ്ടാവും, ചികിത്സ അല്ല അതിൻ്റെ വിഷയം എന്നുള്ളവരുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിലും ശരിക്കും ഉറക്കമില്ല, അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക, ഭക്ഷണം കഴിക്കണില്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവർ നല്ല ഇഞ്ചക്ഷനും മരുന്നുകളൊക്കെ ചെയ്യലാണ് പതിവ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മുൻപ് ഇത് രോഗത്തിൻ്റെതായ സാധ്യത അല്ല കാണണമെന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല ജ്യോത്സ്യന്മാർ കർമ്മികളെ കാണുക. ആ കർമ്മികളെ കണ്ടിട്ട് കൃത്യമായിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക. ആ പരിഹാരങ്ങൾ ചെയ്തതിന് ശേഷം പ്രേതാത്മാക്കൾ അവരുടെ എണ്ണത്തിനനുസരിച്ച് ഈ തളിക, പ്ലേറ്റ് അല്ലെങ്കിൽ എല്ലാം ഇതൊക്കെ വെച്ചിട്ട് മരണപ്പെട്ടു പോയിട്ടുള്ളതായ ആളുകളിലെ നാമധേയം പറഞ്ഞ് ഓരോരുത്തരെയും ആവാഹിച്ചെടുക്കുക. എന്നിട്ട് അതിനെ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് പഞ്ചവടി, തിരുനാവായ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആ കർമ്മം ചെയ്ത് ആ പ്രതിമകൾ ഒഴുക്കിവിടുക. അപ്പോൾ അതിൻ്റെ കുറേ ദുരിതങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ടാവും. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.